മനോഭാവ നിർമ്മിതി, ഒരാൾക്ക് അവൻ്റെ മനസ്സിൻ്റെ ഒരു ആർജിത സംസ്കാരം ഉണ്ടാവാം. അപ്പം നമ്മൾ അതിനെ വെച്ചിട്ട് ഒരു വ്യക്തിയെപ്പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവനവനെ പറ്റിയും ഒരു ഏകദേശ ധാരണ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നു. പക്ഷെ അതല്ലാതെ ഒരേ സമയം ഒരാൾ, അല്ലെങ്കിൽ പല കാലങ്ങളിലല്ലേ ഒരാൾ, പല വ്യക്തിത്വങ്ങളല്ലേ, പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല വ്യക്തിത്വങ്ങളായിട്ടാണ് അയാൾ പെരുമാറുന്നത് കാണുന്നത്. പക്ഷെ അയാൾ തന്നെ വിചാരിക്കുന്നു ഞാനൊരു യുണീക്ക് അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള സ്വഭാവത്തോടു കൂടി തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അയാളുടെ ഒരു ധാരണ. പക്ഷേ പല സാഹചര്യങ്ങൾ, ഒരു ദിവസം തന്നെ നമ്മൾ ചിലപ്പോൾ ചന്തയിൽ പോകുന്നുണ്ടാവാം, ഒരു ഓഫീസിൽ പോകുന്നുണ്ടാവാം, ഒരു ഹോട്ടലിൽ പോകുന്നുണ്ടാവാം. അപ്പോൾ ആളുകളും സാഹചര്യങ്ങളും മാറി വരുന്നു, ആ വ്യക്തിയുടെ റെസ്പോൺസൊക്കെ മാറി വരുന്നു. ഒരുപക്ഷെ അയാൾ തന്നെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് ഒരു സ്ഥായിയായൊരു ഭാവം അതിലുണ്ടോ? അല്ലെങ്കിൽ സാധാരണ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വ്യക്തിയുടെ യാത്രയെ, അയാളുടെ ഒരു സ്ഥിരതയുമായിട്ടും ഒരു പ്രത്യേക കർമ്മപദ്ധതിയിൽ പെട്ടിട്ട് അങ്ങനെ ഒരു ജേണിയിലാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഒരു ചുരുക്കെഴുത്ത് പോലെ നടത്താറുണ്ട്. ഇത് നിൻ്റെ വിധി, ഇത് നിൻ്റെ കർമ്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ വൈവിധ്യം പല ദിവസങ്ങളിൽ, പല കാലങ്ങളിൽ, പല സമയങ്ങളിൽ അന്തർവഹിക്കുന്ന ഒരു ജീവൽ സ്വരൂപമാണ് മനുഷ്യൻ. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് അറിയാനാണ് എൻ്റെ ചോദ്യം. മാനസികമായിരിക്കുന്ന ഭാവത്തിൻ്റെ വൈവിധ്യം എന്ന് സാർ ഉദ്ദേശിക്കുന്നത് ചിന്തയുടെ വൈവിധ്യമാകാം, അവരിൽ ഈ വേദാന്തികൾ പറയുന്നത് പോലുള്ള വാസനയുടെ വൈവിധ്യമാകാം. അവരുടെ വാസന അവരുടെ ചിന്തയെയും വാക്കുകളെയും പ്രവൃത്തികളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണക്കിലെടുക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി സ്വതന്ത്രമായി അവൻ്റെ വാസനയാൽ പോലും ബന്ധിതനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അവൻ്റെ സ്വാതന്ത്ര്യത്തെ അവൻ തിരിച്ചറിയുന്നത് വരെ, അവൻ്റെ ബോധത്തിൽ അവനെത്തുന്നത് വരെ, അവൻ ആരാണെന്ന് തിരിച്ചറിയുന്നത് വരെ അവനൊരിക്കലും അത്തരത്തിലൊരു സ്വാതന്ത്ര്യം പോലും കൈയാളുന്നില്ല. കാരണം പലപ്പോഴും ഉപബോധ മനസ്സുകളുടെ ഒരു സന്നിവേശം, സാറി സൂചിപ്പിച്ചത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതാണ്. ഉപബോധ മനസ്സുകളുടെ ഒരു സന്നിവേശവും കൂടി അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ മാനസിക വൃത്തിയിൽ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഒരിക്കലും അവൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ കൂടി ചിന്തിക്കാവുന്ന സാഹചര്യങ്ങളും ഒരു മനുഷ്യനുണ്ടാകുന്നുണ്ട്. പിന്നെ അനുഭവങ്ങളിൽ പെടുമ്പോൾ, പൊതുതായ അനുഭവങ്ങളിൽ പെടുമ്പോൾ അവൻ ചിന്തിക്കുന്ന പുതിയ നൂതനമായിരിക്കുന്ന മാർഗങ്ങളിലേക്ക് കൂടെ അവൻ പോകാൻ നിർബന്ധിതനാകും. അവൻ അതുവരെ ചിന്തിച്ചു വന്നിരിക്കുന്ന പാറ്റേണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ഒരു പാറ്റേണിൽ കൂടി ചിന്തിക്കണം എന്നവന് തോന്നാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു വൈവിധ്യം സംഭവിക്കാം. അപ്പോൾ ഈ വൈവിധ്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ തന്നെയും പ്രകൃതിയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന സ്വഭാവം വൈവിധ്യമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഏകദാനമായി ഒരു യൂണിഫോമിറ്റിയിലൂടെ പോകണം ജീവജാലങ്ങളോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ഘടകങ്ങളോ, സൃഷ്ടി എന്നതിനെ വിളിക്കുന്നില്ല, പെട്ടെന്ന് അറിയാൻ സൃഷ്ടി എന്നൊരു വാക്കാണ് ഉപയോഗിക്കാമെങ്കിലും ആ ഘടകങ്ങളെല്ലാം തന്നെയും ഒരു യൂണിഫോമിറ്റിയിലൂടെ പോകണമെന്നുള്ള ഒരാശയമല്ല പ്രകൃതിക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഒരു മാതാവിൻ്റെ ഗർഭത്തിൽ വരുന്ന കുട്ടികൾ പോലും വ്യത്യസ്തരായിരിക്കും, ഇരട്ട ആയിട്ട് ജനിക്കുന്നവർ പോലും വ്യത്യസ്തരായിരിക്കും. അവർക്ക് തന്നെ വ്യത്യസ്തമായ സ്വഭാവങ്ങളും രീതികളും പ്രകൃതിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അത് വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട് പ്രകൃതിയുടെ ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന വൈവിധ്യത്തിനോടുള്ള താല്പര്യം, വൈവിധ്യത്തിനോടുള്ള ആഭിമുഖ്യം, അതുകൊണ്ടും മനസ്സ് തീർച്ചയായിട്ടും വൈവിധ്യമാർന്നതാണ്. മനസ്സിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈവിധ്യം തന്നെയാണ്. ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അടുത്ത സെക്കൻഡ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവും
ആരോപിക്കപ്പെടുന്ന ദോഷവും. ഗുണമേതാണ് എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണോ മനസ്സിനെ ജയിക്കാൻ സാധിക്കുന്നത്, അപ്പോഴാണ് മനസ്സിൻ്റെ ഗുണം എന്താണെന്ന് അനുഭവിക്കാൻ സാധിക്കുന്നത്. മനസ്സിൻ്റെ ഈ വൈവിധ്യം ഒരു ഗുണമാണെന്ന് തിരിച്ചറിയുന്നത് മനസ്സിനെ പൂർണ്ണമായും ജയിച്ച് മനോനിയന്ത്രണം സാധ്യമാകുന്നൊരു വ്യക്തിക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അതുവരെ ഈ വൈവിധ്യം ഒരു ശാപമായിട്ട്, അല്ലെങ്കിൽ തൻ്റെ അലട്ടലുകളിൽ നിന്ന് തനിക്ക് രക്ഷയില്ല എന്നുള്ള ഒരു പരിഭവത്തോടു കൂടിയുള്ള വിചാരത്തിന് ഒക്കെ കാരണമായിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിൻ്റെ വൈവിധ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സാധകന്മാർ, ഈ പറഞ്ഞ സാധകന്മാരുടെ സ്വഭാവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുമെല്ലാം ഇതിനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭയന്നുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാം. അപ്പോൾ ആ മനസ്സിനെ ഭയക്കുന്നത് കൊണ്ട് മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഉടൻ തന്നെ ഓടി ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്തോ ഒരു കൗൺസിലറെയോ ഒക്കെ കണ്ട് എത്രയും പെട്ടെന്ന് മനസ്സിനെ ശാന്തമാക്കാനുള്ള ശ്രമത്തിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. കാരണം മനസ്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ഘടന ഒരുവൻ്റെ നിലനിൽപ്പിനെ, അസ്തിത്വത്തിനെ തന്നെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് അതിനൊന്നും തന്നെ ഇത്രയും ഒരു നിയന്ത്രണാതീതമായിരിക്കുന്ന വൈവിധ്യത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. നിയന്ത്രണാതീതമായിരിക്കുന്ന വൈവിധ്യത്തിലോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതുപോലെ തന്നെ ഒരു ഏകദാനമായിരിക്കുന്ന ചിന്തകളിലേക്ക് മാത്രം മനസ്സ് പോകുമ്പോഴും ഇതേ ഭയം വ്യക്തി ഉൾക്കൊള്ളുന്നതായിട്ട് കാണാം. ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അതൊരു ഹാലുസിനേഷൻ പോലെ നമ്മെ ബാധിക്കുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിയുമ്പോഴും ആ വ്യക്തിക്ക് ഭയം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ പ്രകൃതിയുടെ വൈവിധ്യം എന്ന് പറയുന്ന പ്രാപഞ്ചിക സ്വഭാവം തന്നെയാണ് ഒരുപക്ഷേ വ്യക്തിയുടെ മാനസികമായ വൈവിധ്യത്തിന് കാരണം, അതിൻ്റെ നിലനിൽപ്പിന് കാരണം. തീർച്ചയായിട്ടും സാറ് ആലോചിച്ച പോലെ, അല്ലെങ്കിൽ സാറ് ഉദാഹരിച്ച പോലെയുള്ള ഒരു കർമ്മത്തിൻ്റെ സഞ്ചയത്തിൻ്റെ ഒരു സാധ്യത അവിടെ തള്ളിക്കളയുന്നില്ല. തീർച്ചയായിട്ടും കർമ്മം കൊണ്ട് തന്നെയാണ് ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നനുസരിച്ചാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. കർമ്മം തന്നെയാണ്. നമ്മുടെ ആ ശ്രദ്ധക്കുറവ് കൊണ്ടോ നമ്മൾ ശ്രദ്ധിച്ചത് ശരിയാകാത്തത് കൊണ്ടോ ആയിരിക്കാം അത് ഉണ്ടാകുന്നത്. പക്ഷെ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേക്കുള്ളൂ. അപ്പോൾ അതനുഭവിക്കുന്നത് എങ്ങനെ അനുഭവിക്കണം? നമുക്കത് ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നുകൊണ്ട്, നമുക്ക് അതിൽ നിന്ന് മനസ്സ് മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് നേരത്തെ സൂചിപ്പിച്ചൊരു വയലൻസ് എന്ന് പറയുന്നത്. അതിൽ കൂടെ തന്നെ കടന്നു പോകുന്നു, അതിൽ കൂടെ തന്നെ കടന്നു പോയാൽ മതിയാവുള്ളൂ. ഒരിക്കലും ആ ഒരു വ്യഥ ബൈപ്പാസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. മറിച്ച് ആ വ്യഥയിൽ കൂടെ തന്നെ കടന്നു പോകും. അപ്പോൾ ഇത്തരത്തിൽ സാറ് സൂചിപ്പിച്ച പോലെയുള്ള കർമ്മത്തിൻ്റേതായ കാരണങ്ങൾ തീർച്ചയായിട്ടും ഒരു വിചാര വൈവിധ്യത്തിൻ്റെ പുറകിലുണ്ട്, സംശയമില്ല. പക്ഷേ ഈ വൈവിധ്യം എന്ന് പറയുന്നത് അതിൻ്റെ മനോഹാരിതയായി മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഒരു മുകളിലുള്ള നിയന്ത്രണം ഉണ്ടാവണം. നമ്മൾ യാത്രകൾ ചെയ്യാറുണ്ട്. യാത്രകൾ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരിക്കൽ ശ്രീ ബാബു ജോൺ അദ്ദേഹത്തിൻ്റെ ശ്രീകണ്ഠ മഹാദേവ യാത്രയെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ അദ്ദേഹം സംസാരിക്കാൻ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ, യാത്രകൾ വൈവിധ്യത്തിൻ്റെ സ്വഭാവത്തോടുള്ള പ്രകൃതിയുടെ ആ രീതിയോടുള്ള നമ്മുടെ പ്രതികരണമായിട്ടാണെന്ന് സൂചിപ്പിച്ചത്. കാരണം ഒരു ലൊക്കയിൽ നിന്ന് ഒരു സ്ഥാനത്തിൽ നിന്ന് മറ്റ് സ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാനും ആ വൈവിധ്യങ്ങളിൽ ഏർപ്പെടാനും അതുവഴി അനുഭവിക്കാനും ഒക്കെ ഉള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രകൃതിദത്തമായ ത്വരയാണ്. പ്രകൃതിദത്തമായ ത്വരയാണ്. അപ്പോൾ ആ ത്വരയുള്ളത് കൊണ്ടാണ് അവൻ യാത്ര ചെയ്യുന്നത്. അവന് അടിസ്ഥാനപരമായി അവന് ആദിമമായുള്ള സന്ധാരണത്തിന് വേണ്ടി അവൻ സഞ്ചരിച്ചിരുന്നു എന്നുള്ളത് ഓർക്കണം. അവൻ അങ്ങനെയാണ് നൊമാഡിക് ട്രൈബുകൾ ഉണ്ടാകുന്നത് ലോകത്ത്. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചാണ് അവൻ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുകയും പുതിയ ഭക്ഷ്യവിഭവങ്ങൾ കണ്ടെത്തുകയും പുതിയ ഭൂപ്രകൃതികൾ കണ്ടെത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെ ആ സഞ്ചരിക്കാൻ തയ്യാറാകുന്നു, അതുപോലെ തന്നെ മനസ്സിന് അടിസ്ഥാനപരമായി വിവിധമായിരിക്കുന്ന ചിന്തകളിലൂടെ പോകാനുള്ള ഒരു രതിയുണ്ട്. അതിനൊരിക്കലും
കടിഞ്ഞാടിടാൻ സാധ്യമല്ല. അത് അനിയന്ത്രിതമായിട്ടും ഭയാനകമായിട്ടും ആയിത്തീരുന്ന അവസരങ്ങളിലാണ് മനുഷ്യൻ ധ്യാനാത്മകമായി തീർന്ന് അവൻ ഏക വിചാരങ്ങളിലേക്ക് അവൻ്റെ സമഗ്രമായിരിക്കുന്ന ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെയുള്ള ആഗ്രഹം അവൻ മനസ്സിൽ വയ്ക്കുന്നത്. അതോടുകൂടിയാണ് അവൻ ചിന്തകളുടെ വൈവിധ്യത്തെ കടിഞ്ഞാണ്ടിടാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഇത് എവിടെയാണ് പോയി നിൽക്കുന്നത്? അവൻ ഏറ്റവും ആത്യന്തികമായി അവൻ ചിന്തകളുടേതായ അല്ലെങ്കിൽ മനസ്സിൻ്റേതായ ഒരു ലോകത്തിൽ നിന്ന് വിമുക്തമായിക്കൊണ്ട് മനസ്സ് പൂർണ്ണമായും തൻ്റെ കയ്യിൽ ഒരു നെല്ലിക്ക പോലെ വച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാഘവത്തോടു കൂടി അവൻ വൈവിധ്യമാർന്നിരിക്കുന്ന വഴികളിൽ കൂടി അവൻ മനസ്സിനെ ഓട്ടിച്ചുകൊണ്ടിരിക്കും. അവനിഷ്ടമുള്ള ഭാഗത്തേക്ക്, ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് അവൻ മനസ്സിനെ ഓട്ടിച്ചുകൊണ്ടിരിക്കും. അവന് ഭയമൊന്നുമില്ല. വിഷയങ്ങളെ അവൻ ഭയക്കുന്നില്ല. കാരണം വിഷയങ്ങളെ അവനെ ബന്ധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പം അതുകൊണ്ട് യഥേഷ്ടം വിഷയങ്ങളിലേക്ക് മനസ്സിനെ ഓട്ടിക്കാനും ആവശ്യാനുസരണം ആ വിഷയങ്ങളിൽ ലിപ്തമാക്കുന്നതിനും അത് കഴിഞ്ഞ് അതിനെ തിരിച്ചു പിടിച്ച് സ്വധാമത്തിലെത്തിച്ച് സ്വസ്ഥതയോടുകൂടി ഇരിക്കാനും മനസ്സിനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നവൻ. അതുകൊണ്ട് അവിടെ വൈവിധ്യം എന്ന് പറയുന്നത് ഐച്ഛികമായിരിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇവിടെ ഐച്ഛികമായിരിക്കുന്ന ഒരു ബദ്ധനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഐച്ഛികമായിരിക്കുന്ന സ്വഭാവമല്ല, അവൻ നിർബന്ധിതമായി ആ വൈവിധ്യത്തിലൂടെ കടന്നുപോയേക്കും. എന്നാൽ അവനൊരു സ്വസ്ഥത കിട്ടുന്നുമില്ല. ഒരു കാര്യത്തിനായിട്ട് ഒരു കവിത എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ കവിത എഴുതാൻ ഇരിക്കുമ്പോഴത്തേക്കും ഒരു കുടുംബപരമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടി വരുന്നു. കവിത അവിടെ നിൽക്കുന്നു. ഒരു പക്ഷേ ആ സർഗാത്മകതയിലേക്ക് സാറിന് പ്രവേശിക്കാൻ സാധിക്കുന്നത് വളരെ വളരെ നാളുകൾക്ക് ശേഷമായിരിക്കും ഒരു പക്ഷേ. കാരണം ആ സർഗാത്മകതയ്ക്ക് തടയിട്ടുകൊണ്ടാണ് ആ കുടുംബ പ്രശ്നം, ഭൗതികമായിരിക്കുന്ന പ്രശ്നം വന്നു കയറി. കുടുംബ പ്രശ്നത്തിനെ തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു രണ്ടാം തരം പ്രശ്നമാണെന്ന് പറയുകയുമല്ല ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് അവിടെ വരുന്നത് കൊണ്ട് നമുക്ക് ആ ഭിന്നത ഫീൽ ചെയ്യുകയും നമ്മൾ അതിൽ നിന്ന് മാറുകയും ചെയ്യുന്നു. സർഗാത്മകതയുള്ള ഒരു കലാകാരന് വീണ്ടും അതിൽ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിലേക്ക് ആ സർഗാത്മകതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവന് വരുന്ന ഇത്തരം ഭൗതിക പ്രശ്നങ്ങളെ കൂടി അവൻ്റെ സർഗാത്മകതയുടെ സഞ്ചാരത്തിന് അല്ലെങ്കിൽ ആ സഞ്ചാരത്തിന് കൂടെ കൂട്ടുന്നു എന്നും കൂടെ തിരിച്ചറിയണം. അതും കൂടി അവനൊരു റോ മെറ്റീരിയലായിട്ട് അവൻ്റെ സർഗസൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിച്ചേക്കാം. അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ, ബോധപ്രാപ്തിക്ക് തൊട്ട് മുമ്പാണ് ഒരു മനുഷ്യൻ സർഗശക്തിയോടുകൂടി ജനിക്കുന്നതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അവൻ്റെ അവസാനത്തെ അബോധാവസ്ഥയുടെ ലക്ഷണങ്ങളാണ് സർഗശക്തിയിലുണ്ടായിരിക്കുന്നത്. ആ സർഗശക്തിയിൽ നിന്ന് അവൻ ബോധത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അവൻ ആ ഈ സ്റ്റെപ്പിംഗ് ഇൻ ദി ഷൂസ് ഓഫ് ദി ക്രിയേറ്റർ എന്ന് പറയുന്ന പോലെ ആ സർഗാത്മകതയുടെ സ്വഭാവത്തിലേക്ക് അവൻ കടക്കുമ്പോൾ അവൻ ആ വൈവിധ്യത്തെ തൻ്റെ ഒരു ഉപഭോഗ വസ്തുവായി മാറ്റുന്നു എന്നുകൂടി തിരിച്ചറിയണമെന്നാണ് ഞാൻ സാറിനടുത്ത് സൂചിപ്പിച്ചു. അപ്പോൾ അവിടെ വൈവിധ്യം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വൈവിധ്യം ഭത്സിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്നില്ല, അവിടെ സ്വീകരിക്കപ്പെടുന്നു. അപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ തീർച്ചയായിട്ടും ഈ വൈവിധ്യത്തെ ആസ്വദിക്കുന്നവനായിരിക്കണം. മനസ്സിൻ്റെ പോലുമുള്ള വൈവിധ്യത്തെ. നമ്മുടെ നിത്യമായിരിക്കുന്ന യാത്രയിൽ മനസ്സിനുണ്ടായിരിക്കുന്ന വിവിധമായിരിക്കുന്ന ചിന്തകളെക്കുറിച്ച് തന്നെ നമുക്ക് വീണ്ടും ചിന്തിക്കാം. തിങ്കിങ് ഓവർ ദി തോട്ട്സ് ഓർ ദി വെറൈറ്റി ഓഫ് തോട്ട്സ്, അങ്ങനെയുള്ള ഒരു തിങ്കിങ് തോട്ട് പാറ്റേൺ ഉണ്ടാക്കി കഴിയുമ്പോൾ പതിയെ നമ്മൾ ആ ചിന്തയുടെ മുകളിലുള്ള പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് നമ്മൾ പോവുകയാണെന്നും അവയെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സാധ്യതയിലേക്ക് പോവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതാണ് വേണ്ടതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ചിന്തയുടെ വൈവിധ്യത്തിനുള്ള സാധ്യത വളരെ അഭൗമമായിരിക്കുന്ന സർഗാത്മകതയുടെ ലോകത്തേക്കാണ് എന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത്. ഒരിക്കലും വേദാന്തികൾ അതുമായിട്ട് യോജിക്കില്ല. വേദാന്തികളെ സംബന്ധിച്ചിടത്തോളം ചിന്ത എന്ന് പറയുന്നത് വളരെ വെറുക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അനൈച്ഛികമായിരിക്കുന്ന ഒരു വസ്തുതയാണ്.